ഹായ് ഫ്രണ്ട്സ്, നാളെയാണ് പെസഹ വ്യാഴം. അപ്പോൾ നമുക്ക് ഒരു പെസഹ അപ്പവും പാലും ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ നിറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉഴുന്നൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങോട്ട് നിറം മാറിപ്പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. തീ കുറച്ചിട്ടിട്ട് വേണം വറക്കാൻ. കണ്ടോ, ഒത്തിരി നിറമൊന്നും മാറിപ്പോവണ്ട. നല്ലതുപോലെ നമ്മൾ വായിലിട്ടാൽ കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ പൊട്ടണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്കത് മാറ്റി വെക്കാം, ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ പച്ചരിക്ക് പകരം നമുക്ക് ഉണക്കലരി ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് ഇട്ടിരിക്കണേ. അത് നമുക്ക് ഈ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പം ഒത്തിരി വെള്ളം അങ്ങോട്ട് കൂടി പോവരുത്. ഈ അരിയെ ഇങ്ങനെ മൂടി നിൽക്കുന്ന തരത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ഒഴിക്കുമ്പം ഒരല്പം വലിപ്പമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇളക്കാനായിട്ടേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കണേ. ഇനി നമുക്ക് ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം വലിയ ജാറിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരി അരച്ചിട്ട്. ഇതിലേക്ക് 1 സ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ്, വലുതാണെങ്കിൽ ഒരു 5 എണ്ണം ഇട്ടാൽ മതി. പിന്നെ ഒരു 3-4 ചുമന്നുള്ളി. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ അരക്കണ്ട, ഈ നല്ല തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോവണ്ട, പേസ്റ്റ് പോലെ. ഇത് നമുക്ക് ഈ അരിയുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചും അരക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ടാവും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഉഴുന്ന് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പൊടിക്കുമ്പോഴും ഒത്തിരി അങ്ങോട്ട് പൊടിയായിട്ട് പൊടിക്കണ്ട, ഒരു തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. കണ്ടോ, കയ്യിലെടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല തരിതരിപ്പോട് കൂടി തന്നെ ഇരിക്കണേ. ഇനി ഇത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു വലിയ പാത്രമാണെങ്കിൽ ഇളക്കാനായിട്ട് സൗകര്യമുണ്ട്. ഇതിപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കിയെടുക്കണം. പതുക്കെ ഇളക്കിയാൽ മതിയേ. അതേപോലെ വെള്ളവും ഒഴിക്കണ്ട, നല്ല ഒരു ഒത്തിരി അങ്ങോട്ട് ലൂസായിരിക്കരുത്. ഈ അപ്പത്തിന് ഇത്തിരി മുറുക്കമൊക്കെ ഉണ്ടാവുമേ. ഇങ്ങനെ നമ്മൾ മറ്റേ കള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ നല്ലതുപോലെ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതേപോലെ പൊങ്ങി വരണ്ട. ഇത് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നാലാണ് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഒരു പച്ച ചുവ ഉണ്ടാവും. പതുക്കെ ഇളക്കിയാൽ മതിയേ. കണ്ട, ഇതുപോലെ നല്ലതുപോലെ കുറുകിയിരിക്കണം, ലൂസായിട്ട് ഇരിക്കരുത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഈ ബൗളിൽ ഒരു 1/2 ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 സ്പൂൺ കാണുമേ. ഇതിലേക്ക് തേങ്ങ ചിരകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട്, ഇത് 2ാമത്തെ പാലാണ്. ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടിയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ ഈ പാലിലേക്ക് അടപ്പത്ത് വെച്ചിട്ട് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേനും അടിക്ക് പിടിക്കുവേ. ഇത്
പച്ചരി വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ, ഞാനിവിടെ ഒരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഈ ചില ശർക്കരക്ക് നല്ല ഉപ്പുണ്ടാവുമേ, അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇതിനിട്ട് കൊടുക്കണേ. ആ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ, കൈയെടുക്കാതെ ഇളക്കണം. അരിപ്പൊടിയുടെ ഉരുണ്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കൈലും കൊണ്ടൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് അമർത്തിയൊക്കെ കൊടുത്ത് ഇളക്കണേ. ഒന്ന് തിള വന്നതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറുകിപ്പോകും. എല്ലാ ഭാഗവും ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചുക്കും ഏലക്കായും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറുകിയൊക്കെ വരുന്നുണ്ട്. തീ എപ്പോഴും കുറച്ചിടണേ. ഉണ്ട്, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ ഇളക്കണേ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കധികം തിളക്കണ്ട, പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ആ പാലിൻ്റെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെട്ടി അങ്ങോട്ട് വരണ്ട. അപ്പം നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, ചോറുണ്ണുന്ന പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ആ വെളിച്ചെണ്ണ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിക്കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പം പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കണം. നിറച്ചൊഴിക്കണ്ട, അരഭാഗം ഒഴിച്ചാൽ മതി. നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കിട്ടാനൊക്കെ പ്രയാസമാവുമേ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരഭാഗമാണ് എടുത്തിട്ടുള്ളൂ. പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കണേ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു വാഴയില വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വെക്കുക. എന്നിട്ട് മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് വേവട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഞാനൊരു ചട്ടകം കൊണ്ടാണ് കുത്തിയെടുക്കണേ, എന്നിട്ട് തുണിയും കൂടെ പിടിച്ചിട്ടാണ് മാറ്റി വെക്കണേ. ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ പോയതിന് ശേഷമേ മുറിക്കാവുള്ളൂ. അപ്പം നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.